Yeah. So hello everyone, welcome to Riles Academy. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ യു ജി സി നെറ്റ് പേപ്പർ വണ്ണിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ. ഓക്കെ, ഒരുപാട് പിന്നെ കാൻഡിഡേറ്റ്സിന് ഡിഫിക്കൽട്ട് ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു ഭാഗം. കുറച്ചും കൂടി ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അക്കാഡമിക് കോൺസെപ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ഒരു തിയറട്ടിക്കൽ ആസ്പെക്റ്റിൽ പഠിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ അതിനെ കൃത്യമായ രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ഈ പറയുന്ന യൂണിറ്റും കൂടിയാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ, അതായത് പ്രധാനപ്പെട്ട ടോപ്പിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ സെഷൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനൊക്കെ മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അതായത് യു ജി സി നെറ്റ് പേപ്പർ വണ്ണില് നിങ്ങൾ എത്രയൊക്കെ പ്രിപ്പറേഷൻസ് നടത്തി കഴിഞ്ഞാലും നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കമ്പ്യൂട്ടറിന് മുന്നിലെത്തി ക്വസ്റ്റ്യൻസ് മുന്നിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. അതായത് എല്ലാം ഞാൻ എല്ലാം കവർ ചെയ്തതായിരുന്നു, സിലബസ് എല്ലാം ഇൻഡെപ്ത് പഠിച്ചതായിരുന്നു, പക്ഷെ ഈ ക്വസ്റ്റ്യനൊന്നും എനിക്ക് അറിയ പോലും ഇല്ലാന്ന് ഉള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഇത് എക്സാം എഴുതിയവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി എക്സാം എഴുതാൻ പോകുന്നവര് ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു സെഷൻ ഞാൻ എന്ത് ചെയ്യുന്നത് പിന്നെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് റീസെന്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ 2023 ശേഷം 22 മുതൽ നെറ്റിന്റെ എക്സാമിനേഷൻ പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള രസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മളൊരു സിലബസ് നമുക്ക് ഓൾറെഡി ഒഫീഷ്യലി നെറ്റിന് പിന്നെ എൻ ടി യുടെ ഒരു സിലബസ് ഉണ്ട്. ആ ഒരു സിലബസിൽ കവർ ചെയ്യുന്ന കോൺസെപ്റ്റുകൾക്കുപരി നമ്മൾ വിചാരിക്കും ഇത് എവിടുന്ന ഈ ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുള്ളത് അല്ലേ, നമ്മൾ ഇതൊന്നും ഇതിന്റെ ഒരു ABCD പോലും അറിയില്ല എന്നൊരു സിറ്റുവേഷനൊക്കെ വരും. അപ്പൊ ഒന്നുമില്ല, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോ ഹൈപ്പോതെസിസ് എന്നുള്ള ഒരു ഭാഗമുണ്ട്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഹൈപ്പോതെസിസ് എന്നൊരു ഭാഗമുണ്ട്. അപ്പൊ നമ്മുടെ ഓൾഡ് സിലബസ് പ്രകാരം പഠിക്കുന്ന ആളുകൾ നൾ ഹൈപ്പോതെസിസ് പഠിക്കും, അതുപോലെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് പഠിക്കും. ഇതിനെന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹൈപ്പോതെസിസ് തന്നെ ഓൾമോസ്റ്റ് 8 ടൈപ്സ് ഓഫ് ഹൈപ്പോതെസിസ് വേറെയും വരുന്നുണ്ട്. അതായത് ഒരു ബേസിക് പെരിഫറൽസ് മാത്രം പഠിക്കാതെ കുറച്ചും കൂടി ഇൻഡെപ്തിലോട്ട് നമ്മൾ എല്ലാ കോൺസെപ്റ്റും ഇറങ്ങി പോകേണ്ടതുണ്ട്. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. സിലബസ് മാത്രം ഫോളോ ചെയ്ത് പഠിക്കുന്നതിന് പകരം സിലബസിലുള്ള കോൺസെപ്റ്റിനെ വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ റീസെന്റ് ആയിട്ടുള്ള ഞാൻ ടീച്ചിങ് ആപ്റ്റിൽ ഒരുപാട് പിന്നെ ടോപ്പിക്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലി ചോദിക്കുന്നുണ്ട്, പിന്നെ സാർ ഇതൊക്കെ സിലബസിൽ ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ. അപ്പോ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ്, ഒരു ഡിലമ്മയാണ്. അതായത് സിലബസിലുള്ളത് മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ അത് മാത്രം ഫോളോ ചെയ്താൽ നമുക്ക് എക്സാമിന് ഒരു കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതി മാറേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മുടെ സ്ട്രക്ചറും എക്സാമിനേഷൻ ചോദിക്കുന്ന രീതിയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ, ഒരു ട്രമെൻഡസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് റാൻഡം ആയിട്ട് പറയുന്ന ടോപ്പിക്സുകളല്ല, കഴിഞ്ഞ റീസെന്റ് ആയിട്ടുള്ള 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പേഴ്സണലി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം, അതായത് അതിനെ ഇൻഡെപ്ത് പഠിച്ചതിന് ശേഷം അതായത് ഓരോ ടോപ്പിക്സും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് കുറച്ച് കോൺസെപ്റ്റ് മാറ്റി വെച്ചു, റിസർച്ച് ആപ്റ്റിൽ നിന്ന് കുറച്ച് കോൺസെപ്റ്റ് മാറ്റി വെച്ചു, അങ്ങനെ 10 യൂണിറ്റിൽ നിന്നും ഞാൻ ആ PYQസിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കോൺസെപ്റ്റ്സ് മാറ്റി വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വളരെ റീസെന്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേഷൻസ് ആണ് സിലബസിലുള്ളത്. ഓക്കെ, എന്ന് കരുതി നിങ്ങൾ ബേസിക്സ് പഠിക്കരുത് എന്നല്ല, ബേസിക്സിനെ പറ്റി കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അതിന്റെ കൂടെ തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക്സ് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, കവർ ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, പഴയ സിലബസ് മാത്രം വെച്ച് പഠിക്കുന്നവര് ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചത് വരെ ഇറ്റ്സ് ഫൈൻ. പക്ഷെ അതിന്റെ ഉപരി ആ ഒരു പഠിച്ചതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ റിസർച്ച് ചാപ്റ്ററിൽ ഞാൻ ഈ ഒരു വീഡിയോന് ശേഷം ഞാൻ ഓരോരോ
ടോപ്പിക്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓരോ ടോപ്പിക്സും ഞാൻ എന്ത് ചെയ്യും, സിംഗിൾ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിന്റെ PPT കാര്യങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓൾറെഡി ജോയിൻ ചെയ്ത ആളുകളുണ്ട്. ഇനി ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ ഈ ഇതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഈ PPT ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ സമയം കളയുന്നില്ല, ഞാൻ ടോപ്പിക്കിലേക്ക് പോവാണ്. ഓക്കെ, ഓരോ ടോപ്പിക്സും ഞാൻ രീതിയിൽ ഞാൻ എന്ത് ചെയ്യും, കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോ മൊത്തത്തില് ഞാൻ പ്രധാനമായിട്ട്, അതായത് നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ടോട്ടൽ വരുന്ന ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ടോപ്പിക്സ് ആക്കിയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തു. ഒന്ന്, അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് ആണ് ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു റിസർച്ചിന്റെ കീഴിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സെക്കൻഡ് ടോപ്പിക്കിന്റെ കീഴിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് മൊത്തത്തിൽ ഓവറോൾ ഇന്ന ടോപ്പിക്സ് എന്ന് പറയുന്നതിന് പകരം ഓരോ ടോപ്പിക്സിന്റെ കീഴിൽ സബ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഫൈൻ. അതിൽ ഫസ്റ്റ് ടോപ്പിക് ആണെന്ത്, ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്രയൊക്കെ അഡ്വാൻസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് മുന്നേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അതിന്റെ ബേസിക്സ് പഠിക്കാനുള്ളതാണ്. അതിന്റെ ബൈ റൂട്ട് മുതൽ എന്താണ് റിസർച്ച് എന്നുള്ള കോൺസെപ്റ്റ് മുതൽ നിങ്ങൾ പഠിച്ചിട്ട് ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. എന്തിനാണ് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടത്? ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതിന്റെ ഉത്തരം അറിയില്ലെങ്കിൽ പോലും അതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണം. കൃത്യമായിട്ട് ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻഡെപ്ത് അറിവും വേണം. അപ്പൊ ഇത് രണ്ടും മിക്സ് ആയാലാണ് നിങ്ങളുടെ എക്സാക്ട് ആ ഒരു വിന്നിംഗ് പോയിന്റ് അവിടെയാണ് വരുന്നത്. ഫൈൻ. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇവിടെ ബേസിക്സ് എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ഞാൻ റിസർച്ചിന്റെ ബേസിക്സും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ ഒരുപാട് ഒബ്ജക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിന് ശേഷം ഞാൻ ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് വരുന്ന ഒരു കാര്യം. പിന്നെ വരുന്നതാണ് ഈ 3 കാര്യങ്ങൾ. ഇത് എന്താണെന്ന് അറിയോ, ഇത് ബാക്ക് ബോൺ ആണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒബ്ജക്ടിവിറ്റി എന്താണ്, റിസർച്ചിന്റെ ഒബ്ജക്ടിവിറ്റി എന്താണ്, റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. റിലയബിലിറ്റി തന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് റിലയബിലിറ്റി ഉണ്ട്. അതിൽ കുറച്ച് മാത്രം പഠിച്ച് എക്സാമിന് പോകുന്ന ആളുകളുണ്ട്. അതൊക്കെ മാറ്റുക. റിലയബിലിറ്റിയിൽ എല്ലാ ടൈപ്സ് ഓഫ് റിലയബിലിറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ വാലിഡിറ്റി ആൻഡ് ടൈപ്സ്, ഇത് 2 വർഷം നിരന്തരമായിട്ട് റീസെന്റ് ആയിട്ട് 2 വർഷം ഒരേ സമയത്ത് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വാലിഡിറ്റിയും അതിന്റെ ടൈപ്സും. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സംശയം കൂടാതെ നിർബന്ധമായിട്ട് പഠിക്കുക. അതിന്റെയും ടൈപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും ഞാൻ എൻ്റെ വരുന്ന വീഡിയോ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. ഫൈൻ. പിന്നെ വരുന്നതാണ് റിസർച്ച് പാരഡിഗം എന്ന് പറഞ്ഞിട്ട് എന്താണ് പോസിറ്റിവിസം, അതുപോലെ തന്നെ എന്താണ് പോസ്റ്റ് പോസിറ്റിവിസം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിഫറൻഷിയേറ്റ് രൂപത്തിൽ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഇതാണ് ഇൻട്രൊഡക്ഷൻ ടു റിസർച്ചിൽ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ്. ഓക്കെ, നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. ഇതാണ് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഭാഗത്തെ ടോപ്പിക്കിൽ കവർ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ബേസിക്സ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് ഇതും കൂടി, ഇതിൽ ഞാനിപ്പോ ഈ പറയാൻ പോകുന്ന ടോപ്പിക്സിലുണ്ടല്ലോ, ഇതിൽ ബേസിക്സും അഡ്വാൻസും എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഫൈൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ തന്നെ ബേസിക്സ് മുതൽ അഡ്വാൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. ഫൈൻ. പിന്നെ വരുന്നതാണ് എന്ത്, മെത്തേഡ്സ് ഓഫ് റിസർച്ച്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു കോമഡി ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ ആളുകൾ എന്തും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും മിക്സ്ഡ് മാത്രം പഠിച്ചിട്ട് പോകും. പക്ഷേ മെത്തേഡ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിസർച്ച് മെത്തേഡ്സുകൾ ഉണ്ട്. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ട് നമ്പർ ഓഫ് റിസർച്ച് മെത്തേഡ്സുകൾ ഉണ്ട്. ബേസ്ഡ് ഓൺ പേർപ്പസ് ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ഒരുപാട് ഈ കൺക്ലൂസീവ് റിസർച്ച് ഉണ്ട്, എക്സ്പ്ലോറേറ്ററി, കാഷ്വൽ, ഡയഗ്നോസ്റ്റിക്, ഡിസ്ക്രിപ്റ്റീവ്, അനലിറ്റിക്കൽ, ഇവാലുവേറ്റീവ് ഉണ്ട്. അതുപോലെ ആപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഫണ്ടമെന്റൽ റിസർച്ച് ഉണ്ട്, അപ്ലൈഡ് റിസർച്ച് ഉണ്ട്, ആക്ഷൻ റിസർച്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകളാണ്. അപ്പൊ മെത്തേഡ്സ് ഓഫ് റിസർച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ മെത്തേഡ്സുകളാണെന്നുള്ളത് ഞാൻ ഇതൊക്കെ എന്താ ചെയ്യാന്നറിയോ, ഇതൊക്കെ ഞാൻ ഓരോ സിംഗിൾ വീഡിയോ ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ ഒരിക്കലും മൊത്തത്തിൽ ഞാൻ ഒരിക്കലും ക്ലാസ് എടുക്കാറില്ല. ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. എനിക്ക് എന്ത് ചെയ്യണം, ഓരോ ടോപ്പിക്സും എടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്ന സമയത്തും അത് എളുപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ്, അത് എളുപ്പമാണ്. ക്ലാസ് എടുക്കാൻ എനിക്കും അത് എളുപ്പമാണ്. ഓക്കെ, പിന്നെന്താണ്, അപ്പൊ ഇതാണ് മെത്തേഡ്സ് ഓഫ് റിസർച്ചിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സുകൾ. ഓക്കെ, ഇനി ഇതാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഏറ്റവും കൂടുതൽ
സ്കോറിങ്ങിൽ വരുന്ന ഒരു ഭാഗം. ഇതില് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന എല്ലാ ടോപ്പിക്കും. ഓക്കെ, മെഷർമെന്റ്സ് ഓഫ് വേരിയബിൾസ്, ഇതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. വേരിയബിൾസിന്റെ മെഷർമെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പിന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകൾ ഉണ്ട്. നമ്മുടെ വേരിയബിൾസ് എത്രത്തോളം പിന്നെ അതിന്റെ റിലയബിലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ മെഷർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൂൾസുകൾ ഉണ്ട്. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. സ്കെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരുപാട് സ്കെയിൽസുകൾ ഉണ്ട്, നോമിനൽ, ഓർഡിനൽ, അതുമായി ബന്ധപ്പെട്ട അതിൽ തന്നെ ഇൻഡെപ്ത് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. സ്കെയിൽസിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ വരുന്ന ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 ടൈപ്സ് മാത്രം പഠിച്ചു പോകുന്ന ആളുകളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, മാറ്റുക കേട്ടോ. അതൊക്കെ ക്യാൻസൽ ആക്കുക, ക്യാൻസൽഡ്. ഓക്കെ, ക്യാൻസൽ. യു നീഡ് ടു ബി വെരി ക്ലിയർ അബൌട്ട് ഓൾ ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്. വെറും 2 ഹൈപ്പോത്തിസിസും കൊണ്ട് എക്സാമിനേഷൻ ഹാളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആവും. വർക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് ഉണ്ട്. ഐ ഡു റിമെമ്പർ ദാറ്റ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, അതിനൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്നതാണ് പ്രധാനപ്പെട്ട ഈ സ്റ്റാർ ഇട്ട റിസർച്ച് ഡിസൈൻ. ഇതും എന്താണ്, വളരെ റീസെന്റ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ റിസർച്ച് ഡിസൈനിൽ വരുന്ന കാണുന്നുണ്ട്. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് തന്നെ ഞാനിപ്പോൾ കറന്റ്ലി PhD സ്കോളറാണ്. നമുക്ക് 3 മാസത്തെ കോഴ്സ് മാത്രം റിസർച്ച് ഡിസൈൻ പഠിക്കാൻ വേണ്ടി. സോ യു വിൽ ഹാവ് ദാറ്റ് മെറിറ്റ് ബിക്കോസ് ഞാൻ ഒരു വർഷം മൊത്തം ഈ ഒരു റിസർച്ച് മെത്തഡോളജി മാത്രം ഞാൻ ഒരു വർഷം പഠിച്ച ഒരു PhD സ്കോളറാണ് ഞാൻ. So you will definitely, I'll share what are the thoughts which I got from my course. Okay. ഇപ്പൊ റിസർച്ച് ഡിസൈൻ തന്നെ എനിക്ക് ആ ഒരു വർഷത്തിൽ 3 മാസം മാത്രം റിസർച്ച് ഡിസൈൻ ആയിരുന്നു. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് എന്ത്, ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്. ഓക്കെ, സാമ്പിളിംഗിൽ തന്നെ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പിന്നെ പ്രോബബിലിറ്റി, നോൺ പ്രോബബിലിറ്റി, തന്നെ പെർപസീവ്, സ്നോബോൾ, നമ്പർ ഓഫ് സാമ്പിളിംഗ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഞാൻ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടോ വീഡിയോ ടോപ്പിക് 1 ചെയ്ത് ടോപ്പിക് 2 ചെയ്ത് ടോപ്പിക് 3 അങ്ങനെയാണ് ഞാൻ വരിക. ഓക്കെ, സ്പോണ്ടൈനിയസ് പെട്ടെന്ന് വരില്ല കേട്ടോ. ഫൈൻ. യാ, പിന്നെ ലാസ്റ്റ് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന ബേസിക്സ്. ഓക്കെ, തിസിസ് റൈറ്റിംഗ് ആൻഡ് റിസർച്ച് എത്തിക്സ്. അതിന്റെ വളരെ എല്ലാത്തിന്റെ ബേസിക്സ് ഞാൻ കവർ ചെയ്യും കേട്ടോ. കാരണം ബിക്കോസ് നമ്മൾ എത്രയൊക്കെ അഡ്വാൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിന്റെ ബേസിക്സ് പറഞ്ഞിട്ടേ നമുക്ക് അതിലേക്ക് ചാടാൻ പറ്റുള്ളൂ. ഒരു ബേസിക് ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ ഞാൻ അതിലേക്ക് പോകുള്ളൂ. പിന്നെ എന്താണ് തിസിസ് റൈറ്റിംഗിന്റെ പിന്നെ അതിന്റെ റെഫറൻസിൽ തന്നെ നമുക്ക് ഒരുപാട് റെഫറൻസിങ് സ്റ്റൈൽസ് ഉണ്ട്. APA സ്റ്റൈൽസ് ഉണ്ട്, ചിക്കാഗോ ഉണ്ട്, ഹാർവാർഡ് ഉണ്ട്, IEEE ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്പർ ഓഫ് റെഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോമാറ്റ്, അതിന്റെ ഫൂട്ട് നോട്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്തുണ്ട് തിസിസ് റൈറ്റിംഗിന്റെ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ റിസർച്ച് എത്തിക്സിൽ വരുന്ന വളരെ കോർ ആയിട്ടുള്ള 5 പാർട്സുകൾ ഉണ്ട്. ഓക്കെ, പിന്നെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്ലാഗിയറിസം, ഇതെന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ 2025-26 എന്റെ ഓർമ്മിച്ചാണെങ്കിൽ 26 തോന്നുന്നുണ്ട്. ഈ 26 മാനേജ്മെന്റിന്റെ ഷിഫ്റ്റ് 1 ഉണ്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്ലാഗിയറിസം. അതിൽ പ്ലാഗിയറിസം എന്താണെന്ന് മാത്രം പഠിച്ചു പോകുന്ന ആളുകളുണ്ട്. അത് എന്ത് ചെയ്യുക, നിങ്ങൾ ഒഴിവാക്കുക. അതിന്റെ ലെവൽസ് പഠിക്കണം, അതിന്റെ ടൈപ്സും എന്ത് ചെയ്യണം, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അത് പഠിക്കേണ്ടതുണ്ട്. ഇതാണ് അപ്പോൾ ഞാൻ ഇനി വരാൻ പോകുന്ന ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ. സോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് കാണാം. ഫൈൻ. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് മീ ഇൻ എനി ഡൗട്ട്സ് ഓർ സംതിങ് അബൌട്ട് ദാറ്റ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ ഒരു PPT ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കവർ ചെയ്യാനുള്ളത്. അപ്പം വീണ്ടും പറയാണ്, നിങ്ങൾ എപ്പോഴും UGC നെറ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നം ഒരിക്കലും അല്ല. അതാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ട് നമുക്ക് അവിടെ വരാനുള്ള 2 ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ സ്ട്രാറ്റജി ഭയങ്കര പ്രശ്നമാണ്. 3 കാര്യങ്ങളാട്ടോ. സ്ട്രാറ്റജി, നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ചിലപ്പോൾ എന്താണ് ഭയങ്കര അബദ്ധമായിരിക്കാം. അത് ചിലപ്പോൾ മാറ്റേണ്ടതുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ റെഫറൻസിങ്. നമ്മൾ റെഫറൻസ് ചെയ്യുന്ന വീഡിയോസും നോട്ട്സുകളൊക്കെ 2022 മുന്നേയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് യുവർ മെയിൻ പ്രോബ്ലം. ഐ കുഡ് ക്ലിയർലി സേ. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 മുന്നേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ബേസിക്സ് ആണ്. അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്ന രീതിയില്ല. 22 ശേഷം വളരെ ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തുള്ള നോട്ട്സുകളും വീഡിയോസും കാണുന്നതിന് പകരം റീസൺ ആയിട്ട് എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യല കേട്ടോ. നിങ്ങൾ ആര് വീഡിയോസ് കണ്ടാലും പ്രശ്നമില്ല, നിങ്ങൾ ആര് നോട്ട്സും റെഫർ ചെയ്ത പ്രശ്നമില്ല. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, 2022 ശേഷമുള്ള
എന്ത് കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫറൻസ് ചെയ്യാൻ പറ്റും. അതിന് മുന്നുള്ള കണ്ടു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, നിങ്ങൾ തീരെ അപ്ഡേറ്റഡ് ആവില്ല. സിലബസ് അപ്ഡേറ്റഡ് ആവുന്നുണ്ട്, അതുകൊണ്ട് ക്ലാസ്സുകൾ അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട്. പിന്നെ വരുന്നതാണ് നിങ്ങളുടെ ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഈ 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് പൊതുവെ കോമൺ ആയിട്ട്. പിന്നെ എന്തെങ്കിലും സർക്കംസ്റ്റൻസ് കാരണം ചിലപ്പോൾ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്റെ വീഡിയോ കറക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യും. ഞാൻ ഒരു ദിവസം മാക്സിമം 20 മിനിറ്റ്സ് വീഡിയോ മാത്രമേ ഞാൻ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാറുള്ളൂ. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഈസി ഫോർ എനി വൺ ടു ക്യാപ്ചർ ദാറ്റ്, റൈറ്റ്? അത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് മുന്നേ രാവിലെ ഒന്ന് ഇടാറുണ്ട്, വൈകുന്നേരം ഇടാറുണ്ട്. ബിക്കോസ് എനിക്ക് നിങ്ങൾ രാത്രി ആകുന്ന സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് അറ്റ് ദി ഏർലിയസ്റ്റ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഫൈൻ. അപ്പോ അത് നിങ്ങൾ കൃത്യമായി ടൈം മാനേജ് ചെയ്യുക. പേപ്പർ 2 നിങ്ങൾ ഫോളോ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എപ്പോഴും രാവിലെയോ അല്ലെങ്കിൽ ഇപ്പം ഒരു ദിവസം 2 നേരം മോർണിംഗും ഈവനിങ്ങും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് പേപ്പർ 1 തന്നെ മാറ്റി വെക്കുക. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. ഓക്കെ, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ മോക്ക് ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. ഈവനിങ് എന്ത് ചെയ്യുക, പേപ്പർ 2 നോക്കുക. ഓക്കെ, അതുപോലെ പ്രോബ്ലം ബേസ്ഡ് പേപ്പേഴ്സ് ഒക്കെ രാവിലെ തന്നെ ചെയ്യാം. രാവിലെ നമുക്ക് പിന്നെ ഈ എന്താണ് ഈ ചെയ്യാനുള്ള ഭയങ്കര ഒരു ത്വര നമുക്കുണ്ടാവും. അപ്പൊ ആ സമയത്തൊക്കെ ഈ മോർണിംഗിലാണ് ഈ പ്രോബ്ലം ബേസ്ഡുള്ള പേപ്പറൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള പ്രിഫറൻസ് ആണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞാണ് ഒരു സജഷൻ. ഓക്കെ ഫൈൻ. ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർ യു ക്യാൻ ജസ്റ്റ് ടെക്സ്റ്റ് മീ, അല്ലെങ്കിൽ ഇതാണ് എന്റെ കോൺടാക്ട് നമ്പർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ രീതിയിൽ 4 ടോപ്പിക്സ് ആക്കി അതിനെ കട്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യും, അത് എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് മൈ കോൺഫിഡൻസ്. ഓക്കെ, അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണം, നിങ്ങൾ ഇരുന്ന് പഠിച്ചാൽ മതി. ബാക്കി ജസ്റ്റ് ഗിവ് ഇറ്റ് ടു മീ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ, സോ ഡോണ്ട് ടേക്ക് എനി പ്രഷർ, ബി പോസിറ്റീവ്. ഓക്കെ, എന്താണ് എല്ലാ എക്സ്പേർട്സും വൺസ് എ ബിഗിനർ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. നിങ്ങൾ തുടങ്ങുക, കാര്യങ്ങൾ പഠിക്കുക, മാക്സിമം ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഓക്കെ, സോ എക്സാം ആകുന്നതിന് മുന്നേ നമുക്ക് മാക്സിമം ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യാ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്സും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ.